ഞാൻ പറയുന്നത് ഇപ്പൊ എല്ലാ അമ്മമാർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഒരു 5 വയസ്സ് തൊട്ടേ നമ്മളിങ്ങനെ നോക്കിയിരിക്കും നമ്മുടെ മക്കളുടെ പാൽപ്പല്ല് ഇളകുന്നുണ്ടോ പറയാറായോ എന്ന്. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഏകദേശം എൻ്റെ മോടെ പ്രായമുള്ള ഒത്തിരി കുട്ടികളുണ്ട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഇങ്ങനെ സംശയം ചോദിക്കും, അവരിങ്ങോട്ടും ചോദിക്കും കുഞ്ഞിന്റെ പല്ലിളകിയോ എന്നൊക്കെ. അങ്ങനെ മോടെ ഇന്നത്തെ ആദ്യത്തെ പല്ല് നമ്മൾ വിജയകരമായിട്ട് പറിച്ചിരിക്കുകയാണ്. അങ്ങനെ അതും കഴിഞ്ഞ് വീട്ടിൽ വന്ന് ദേണ്ട നോക്കിയപ്പോഴത്തേക്ക് ഞാൻ നട്ട കരിമ്പിന് ചുറ്റും ചെതല്. അതിനി അവിടെ നിന്ന് കഴിഞ്ഞാൽ മുഴുവൻ നശിച്ചു പോകുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാനത് മാറ്റി നടാന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ നടുവൊക്കെ ചെയ്യെങ്കിലും ബാക്കി അതിൻ്റെ ഒരു ആഫ്റ്റർ കെയറിനെ പറ്റി എനിക്ക് വലിയ ധാരണയില്ല. അച്ഛന് നന്നായിട്ട് കൃഷി ചെയ്യാൻ അറിയായിരുന്നു. പക്ഷെ ഇപ്പം അച്ഛന് സമയമില്ലാത്തത് കൊണ്ടാണ് അച്ഛൻ കൃഷി ചെയ്യാത്തത്. വീട്ടിൽ പണ്ട് ഒത്തിരി എല്ലാം തന്നെ അച്ഛൻ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് എടുക്കുമായിരുന്നു. ഇനി വീണ്ടും കൃഷിയിലേക്ക് ഇറങ്ങണം എന്നാണ് അച്ഛൻ പറയുന്നത്. അപ്പം അതൊക്കെ അച്ഛൻ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ എല്ലാത്തിൻ്റെ അപ്ഡേഷൻ ഇടാവേ. അത് കഴിഞ്ഞ് നമ്മുടെ അപ്പുറത്തുള്ള ചേച്ചി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുഴുക്കിനുള്ള ചക്കയും ചക്കപ്പഴവും എല്ലാം നമുക്ക് തരുമായിരുന്നു. ഇത് ബഡിൻ്റെ ചക്ക ആയതുകൊണ്ട് ചക്ക ചുളയ്ക്ക് വലിയ വലിപ്പം ഇല്ലെങ്കിലും നല്ല മധുരമുള്ള ചക്കപ്പഴമായിരുന്നു. ഞാനും പൂർണിയും മിതുചേട്ടനും അച്ഛനും ഒക്കെ നന്നായിട്ട് ചക്കപ്പഴം കഴിക്കും. പക്ഷെ അമ്മയും അദൂട്ടനും ചക്കപ്പഴം വലുതായിട്ട് കഴിക്കത്തില്ല. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ ഉച്ച കഴിഞ്ഞുള്ള വിശേഷങ്ങൾ.